നെസ്സിക്ക് നമ്മുടെ ഗവൺമെൻറ്റിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. സ്വന്തം മകനെക്കുറിച്ചും അതുപോലെ നെസ്സിയെ പോലെയുള്ള ധാരാളം അമ്മമാരുടെയും ഉമ്മമാരുടെയും മക്കളെക്കുറിച്ചുമാണ്. എൻ്റെ ലൈഫാണ് ശരിക്കും എൻ്റെ മകൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ. മൂത്ത മകനാണ്, ഇപ്പോൾ 22 വയസ്സായി. 4 വയസ്സിലാണ് അവന് ഒരു രോഗം എന്നുള്ളൊരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നത്. ഒരു പനിയായിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ആ പനി എൻസെഫലൈറ്റിസ് ആണെന്നാണ് ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായത്തിൽ വന്നത്. അത് ബ്രെയിൻ ഫീവർ, ബ്രെയിനിൽ ഡാമേജ് വന്നു. അതുമായി ബന്ധപ്പെട്ട് 18 വർഷത്തോളമായിട്ട് ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. ബ്രെയിൻ ഫീവർ വന്നിട്ട് അപ്പോൾ എന്ത് സംഭവിച്ചു? ഞങ്ങൾ ദുബായിലായിരിക്കുന്ന സമയത്താണ് മോന് അസുഖം വന്നത്. ആദ്യം ഒരു പനിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പനി വന്ന് 4ാമത്തെ ദിവസം അവന് ഫിറ്റ്സ് തുടങ്ങി. 1 മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു. അതിലൊരു 16 ദിവസത്തോളം അവൻ വെന്റിലേറ്ററിലായിരുന്നു. ആ വെന്റിലേറ്ററിൽ തന്നെ അവൻ 0-യിലാണ് അവൻ കിടന്നിരുന്നത്. നമുക്ക് യാതൊരു ഹോപ്പും അവർ തന്നിരുന്നില്ല. 4 വയസ്സിൽ ഈ ബ്രെയിൻ ഫീവർ മാറി നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ കുട്ടിക്ക് ഒന്നും ഓർമ്മയില്ല. അതുവരെ ഉണ്ടായിരുന്ന ഒരു ലൈഫ് തന്നെ ആൾ മറന്നുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് നമ്മളെല്ലാം പഠിപ്പിച്ചെടുത്തതാണ്. നടക്കാൻ വരെ നമ്മൾ രണ്ടാമത് പഠിപ്പിച്ചു കൊടുത്തതാണ്. അതുവരെ ഉണ്ടായിരുന്ന പേരുകളോ ആളുകളോ ഒന്നും ഓർമ്മയില്ല. ആകെ എന്നെ അവൻ്റെ ഉപ്പാനെ മാത്രം അവൻ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ 1 മാസത്തിന് ശേഷം നാട്ടിലേക്ക് വന്നു. പിന്നെ ഇവിടെ നമ്മൾ ഓരോന്ന് കാണിച്ചു കൊടുത്ത് അവനെ പഴയ ഓർമ്മയിലേക്ക് നമ്മൾ കൊണ്ടുവന്നതാണ്. പിന്നെ കൂടെ ഫിറ്റ്സ് വരാൻ തുടങ്ങി. അതിപ്പോൾ ഒരു 18 വർഷമായിട്ട് അതേ അവസ്ഥയിൽ തന്നെയാണ്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഫിറ്റ്സ് വരും. ആൾ മറിഞ്ഞ് വീഴും, ഒടിയോ, പല്ല് പൊട്ടി പോവുക, ഷോൾഡർ ഒടിഞ്ഞ് സ്റ്റീലിടുക, അത് തല പൊട്ടി, പല ഭാഗങ്ങളിൽ തലയുടെ ഇഞ്ചുറി ഉണ്ട്, അത് സ്റ്റിച്ച് ഇടുക, അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സീഷേഴ്സിനുള്ള മെഡിസിൻസ് ഇപ്പോൾ നിലവിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു 10 വർഷത്തോളമായിട്ട് ആൾക്കിപ്പോൾ സൈക്കാട്രിക് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഒരു 10 വർഷം മുമ്പ് ബ്രെയിൻ ഫീവർ വന്നപ്പോൾ അവൻ്റെ ബ്രെയിനെ അഫക്റ്റ് ചെയ്തിട്ട് അവൻ്റെ ബുദ്ധിയെ ബാധിച്ചു. ബ്രെയിനിൽ പല ഭാഗത്തായിട്ട് അവൻ്റെ ഡാമേജ് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഒരു ഭാഗത്തു നിന്നല്ല ഫിറ്റ്സ് വരിക, പല ഭാഗത്തു നിന്നാണ്. അപ്പോൾ എങ്ങനെയാണ് അവൻ വീഴുക, എങ്ങനെയാണ് അവനിക്ക് അപകടം സംഭവിക്കുക ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും കൂടെ ഒരാൾ അവൻ്റെ കൂടെ വേണം. ബുദ്ധിക്ക് തകരാറുണ്ട്. ഒരു 6 വയസ്സിലൊക്കെ ഞാൻ IQ ടെസ്റ്റ് നടത്തുമ്പോൾ ഒരു 85 എബോവ് ഉണ്ടായിരുന്നു IQ. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വളരെ ലോ ആണ്, 50-ൽ താഴെയാണ് കിടക്കുന്നത്. അക്കാഡമിക് ലെവൽ 0 ആണ്. അപ്പോൾ 1 to 5 നമ്മൾ എഴുതി പഠിപ്പിച്ചാലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആളത് മറന്നു പോവുകയാണ്. എന്ന് വെച്ചാൽ ഓട്ടിസം സ്പെക്ട്രത്തിൽ പെട്ടുപോയോ അവൻ? ഓട്ടിസം ആണെന്ന് ഇതുവരെയും ആരും പറഞ്ഞിട്ടില്ല. MR ആണ് ആളുടെ മെന്റൽ റിട്ടാർഡേഷൻ. എൻസെഫലൈറ്റിസ് വന്നതിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ ബ്രെയിനിൽ വന്നിട്ടുള്ള ഡാമേജസ്, അത് ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ്റെ ഒരു ഭൂരിഭാഗത്തെ അത് ബാധിച്ചു അല്ലേ? അപ്പോൾ കൊഗ്നിറ്റീവ് അബിലിറ്റീസ് എന്ന് വെച്ചാൽ ആളുകളെ തിരിച്ചറിയലും സ്വന്തമായി ജീവിക്കലും അങ്ങനെയുള്ള അബിലിറ്റീസ് ഒക്കെ ഇല്ലാതായി. അതെ. ശരിക്കും സാധാരണ ഇങ്ങനെ ജന്മന സംഭവിക്കുമ്പോഴാണ് കുട്ടികൾ ഓട്ടിസം സ്പെക്ട്രത്തിൽ വരുന്നത്. പക്ഷേ ഇവന് സംഭവിച്ചത് 4 വയസ്സിലുള്ള ബ്രെയിൻ ഫീവർ കൊണ്ട് അവരുടേതിന് സമാനമായിട്ടുള്ള ഒരു ബ്രെയിൻ ഫംഗ്ഷനിലോട്ട് എത്തിപ്പെട്ടു അല്ലേ? ഓക്കെ. ഇപ്പോൾ അവന് 22 വയസ്സായി. അപ്പോൾ 18 വർഷമായിട്ട് നെസ്സി കംപ്ലീറ്റ് 24/7 അവൻ്റെ കൂടെ വേണം. അതെ. ഈ 18 വർഷത്തെ ലൈഫ് എങ്ങനെയാണ് പറയുക? നമ്മളുടെ ലൈഫ് കുറച്ച് ട്രാജഡി തന്നെയാണ്. കാരണം മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ നമുക്കൊരിക്കലും പറ്റില്ല. കാരണം അവൻ്റെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കുട്ടികളെ പോലും, താഴെ 2 കുട്ടികളുണ്ട്, ഒരാളിപ്പോൾ +2-ലാണ്, ഒരാൾ 9th-ലാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളിൽ പോലും നമ്മൾക്ക് ഇവൻ്റെ കഴിഞ്ഞിട്ടേ നമുക്ക് അവർക്കുള്ള കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാൻ പറ്റിയിരുന്നുള്ളൂ. കാരണം വെച്ചാൽ രാവിലെ ആൾ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുന്ന ആളാണ്. ഒരു 4 മണി മുതൽ എപ്പോൾ വേണമെങ്കിലും ആൾ എഴുന്നേൽക്കാം. അത് മുതൽ വൈകുന്നേരം 7, 7:30, 8 മണി ആ സമയത്താണ് ആൾ ഉറങ്ങുന്നത്. അതുവരെ ഉള്ള ടൈം എന്ന് വെച്ചാൽ നമ്മൾ ആളെ ഒരു കൊച്ചുകുട്ടീനെ നോക്കുന്ന പോലെ തന്നെ നമ്മൾ നോക്കണം. അപ്പോൾ അവൻ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മളുടെ ഒരു ഡേ നമ്മളുടെയും സ്റ്റാർട്ട് ചെയ്യണം. ആൾ പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ മുതൽ നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആൾക്ക് ദേഷ്യം വരും, ആൾ വയലൻ്റ് ആവും. അവൻ്റെ കാര്യങ്ങൾ അവൻ മാക്സിമം അവൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ടോയ്ലറ്റിൽ പോവുക, ബ്രഷ് ചെയ്യുക, കുളിക്കുക, ഡ്രസ്സ് ഇടുക, അതെല്ലാം നമ്മളൊന്നൊരു ഹെൽപ്പ് മതി. കാരണം ഫിറ്റ്സ് വരുന്നത് കൊണ്ട് നമ്മളെപ്പോഴും കൂടെ വേണം എന്നുള്ളൊരു ഹെൽപ്പ് നമ്മൾ വേണം. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, സൈക്കാട്രിക് പ്രോബ്ലംസ് കുറച്ച് കൂടുതലുണ്ട് ഇപ്പോൾ ആൾക്ക്. അപ്പോൾ ഈ ഒരു 10 വർഷമായിട്ട് നമ്മളിപ്പോൾ സൈക്കാട്രിക് മെഡിസിൻസ് കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ ഇപ്പോൾ ഒരു സാധനം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്പം അത് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ആൾക്ക് ഏത് തരത്തിലായിരിക്കും നമ്മളോട് പെരുമാറാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അടിക്കും, ചിലപ്പോൾ ആൾ പുറത്തേക്ക് ഇറങ്ങി ഓടിക്കളയും, ചിലപ്പോൾ ബഹളം വെക്കും. ഇപ്പോൾ ഞങ്ങളുടെ വീട് ഇപ്പോൾ ഇതുപോലെ ഒരു ജംഗ്ഷനിലായതുകൊണ്ട് ഒരുപാട് കടകളും സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്ക് പോയി ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ പോയി വാങ്ങിക്കുക. ചിലപ്പോൾ ബേക്കറിയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കും. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ബുക്സ്, പേന, പെൻസിൽ,
പെൻസിൽ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ ഡെയിലി ഇതൊക്കെ തന്നെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരും. പിന്നെ നമുക്ക് പരിചയമുള്ള ഷോപ്പുകളിൽ ആവുമ്പോൾ അവർക്കറിയാം. അപ്പോൾ നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ റിട്ടേൺ എടുക്കും. അതെല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ പൈസ കൊടുക്കും. രാവിലെ മുതൽ ആളുടെ ഒരു ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേരം നമ്മൾക്കൊരു ബില്ല് പേ ചെയ്യാനുണ്ടാവും. അത് പേ ചെയ്യുക. അതാണ് നമ്മളുടെ ഒരു ഡെയിലി. അങ്ങനെയാണ്. വൈകിട്ട് ഒരു 7:30-8 മണിക്കുള്ളിലായിട്ട് ആൾ ഉറങ്ങും. അത് മെഡിസിൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ആൾക്ക് എന്നിട്ടാണ് ആൾ 2 മണി 3 മണിക്ക് വീണ്ടും എഴുന്നേൽക്കുക അല്ലേ? ഈ വയലൻസ് എന്ന് പറയുമ്പോൾ, ഉപദ്രവം എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ട് അതെ നന്നായിട്ട് ഉപദ്രവിക്കും. വീട്ടിലെ സാധനം നശിപ്പിക്കും. ഇല്ലാന്ന് പറയാനില്ല. ഇപ്പൊ കബോർഡിന്റെ ഡോറൊക്കെ അടർത്തിയെടുക്കുക, കട്ടില് കയറി ചാടി ഇരുന്നിട്ട് ഒടിക്കുക, അങ്ങനെയൊക്കെ കുറെ പരിപാടികളുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ആൾക്ക് ഇഷ്ടം നമ്മൾ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കുട്ടികൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയാണ്? അവരെയാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവം. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാരണം അല്ലാത്ത സമയങ്ങളിൽ നമ്മളാണ് അവൻ്റെ എല്ലാം. അവൻ്റെ അടുത്ത് ഞാൻ പറയും, നീ എന്നെ അടിച്ചാൽ ഞാൻ മരിച്ചോ എന്ന് പറയുമ്പോൾ ഉമ്മി മരിക്കണ്ടെന്ന് പറയും. പക്ഷെ ദേഷ്യം വരുന്ന സമയത്ത് അവനതൊന്നും നോക്കൂല. ഇവിടെ ഹെൽപ്പിന് ആരെങ്കിലും ഫുൾ ടൈം നിർത്തിയിട്ടുണ്ടോ? ഇല്ല, ഫുൾ ടൈം ഹെൽപ്പിന് നമ്മൾ ആരെയും നിർത്തിയിട്ടില്ല. ഇളയ കുട്ടികൾക്ക് ഇവനോടുള്ള സമീപനം, അല്ലെങ്കിൽ അവരിതിനെങ്ങനെ നോക്കിക്കാണുന്നു? ചെറുപ്പം മുതൽ അവർക്ക് അതിനുള്ളൊരു ട്രെയിനിങ് കൊടുത്തിട്ടാണോ നമ്മൾ ചെയ്യണത് കണ്ടിട്ടാണോ എന്ന് അറിയില്ല. അവർ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഇവനോട് യാതൊരു രീതിയിലുള്ള ഇഷ്ടക്കേടുകളോ ദേഷ്യമോ അങ്ങനെയൊന്നും അവർ കാണിക്കാറില്ല. ഇവനെന്തായാലും ദേഷ്യപ്പെടുമ്പോഴും വാശിയെടുക്കുമ്പോഴും കാര്യം അവർ ഇവനെക്കാളും ചെറുതാണെങ്കിലും രണ്ടാമത്തെ ആളൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ ഇവൻ്റെ ഒരു ഇക്കാക്കാവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടോ. 5 വയസ്സിന് താഴെയാണ് അവൻ. ഇപ്പൊ സനുവിന് എത്ര വയസ്സിന്റെ മാനസിക വളർച്ച ഉണ്ടാവും? ഇപ്പോൾ ഈ 4 വയസ്സിൻ്റെ തന്നെ ഉണ്ടാവുള്ളൂ. മുന്നോട്ട് നോക്കുമ്പോൾ നശിക്ക് ഭയങ്കര എങ്ങനെയാണ്? ഒന്നും പറയാനില്ല. കാരണം നമ്മളില്ലാത്തൊരവസ്ഥയിൽ നമ്മളുടെ മക്കൾ ജീവിക്കേണ്ടി വരിക എന്നുള്ളത് അത് എന്നെപ്പോലെ ഭിന്നശേഷി കുട്ടികളായ എല്ലാ പാരൻസിൻ്റെയും, അമ്മമാരെന്ന് മാത്രം ഞാൻ പറയുന്നില്ല. ഇപ്പം എനിക്കറിയാം, എൻ്റെ ഹസ്ബൻഡും അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണ്. പാരൻസ്, ഞങ്ങളെപ്പോലുള്ള പാരൻസ് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നാളെ ഞങ്ങളില്ലായ്കയിൽ അവരെങ്ങനെ ജീവിക്കും എന്നുള്ളതാണ്. ആ ഒരു പേടി എല്ലാവരെ പോലെ തന്നെ ഞങ്ങൾക്കും ഉണ്ട്. ഇപ്പോൾ താഴെയുള്ള കുട്ടികൾ അവർ പറയും ഞങ്ങളില്ലേ എന്ന് പറയും, അവരെന്നോട് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും. പക്ഷേ എന്നാൽ പോലും അവർക്ക് അവരുടേതായ ഒരു ഫ്യൂച്ചർ ഉണ്ട്, അവർക്ക് അവരുടെ ഒരു ലൈഫ് ഉണ്ട്. അപ്പം ഇവൻ അവർക്കൊരു ഭാരമാവരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ഒരു ബ്രദറുണ്ട്. ബ്രദർ നല്ല സപ്പോർട്ടാണ്. ബ്രദറിൻ്റെ ഫാമിലി നല്ല സപ്പോർട്ടാണ്. അതൊക്കെ നമ്മളൊരു ആശ്വാസം കണ്ടെത്തുന്ന അതിൽ. നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നസിയെയും നസിയുടെ സമാന അവസ്ഥയിലൂടെ പോകുന്ന കുട്ടികളുടെ പേരൻസിനെയും കുട്ടികളെയും വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ധാരാളം കുട്ടികൾ, ഒരു 10-20 കുട്ടികൾ, MR ആയിട്ടുള്ള കുട്ടികൾ, ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള കുട്ടികൾ, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ. പൊതുവായിട്ടുള്ളൊരു വേവലാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തങ്ങളുടെ കാലശേഷം ഈ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും, അവരെ ആരും നോക്കുന്നുള്ളത്. ഒരു ദിവസം പോലും അവർക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റാതെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഫിസിക്കലി അവർക്കൊരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. 24/7 ഈ കുട്ടികളെ നോക്കി റൗണ്ട് ദ ക്ലോക്ക് കെയർ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അവിടെയാണ് നസിക്ക് നമ്മുടെ ഗവൺമെൻറ്റിനോട് ചില കാര്യങ്ങൾ പറയാനുള്ളത്. പ്രായമായിട്ട് ആരുമില്ലാത്തവരെയും അഗതികളെയും അതുപോലെ ഇത്തരം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള കുട്ടികളെയും പരിപൂർണമായി സംരക്ഷിക്കാനുള്ള ഒരു വലിയ ഗോഡ് ഫാദർ ആ ഒരു രീതിയിലോട്ടൊരു ഗവൺമെൻറ്റിന് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് അമ്പേ പരാജയമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആകെ ഭിന്നശേഷിക്കാർക്ക് കിട്ടുന്നതെന്ന് പറയാനായിട്ട് 1600 രൂപ മാസം ഒരു പെൻഷൻ ഉണ്ട്. പിന്നെ അവർക്കൊരു സ്കോളർഷിപ്പ് ഉണ്ട്. ഇത് അല്ലാതെ എനിക്ക് കൂടുതലായിട്ടൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടെന്ന് പറയാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നവകേരള യാത്രയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ നമുക്ക് റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല, സ്ഥലമില്ല, സൗകര്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ബഡ്സ് സ്കൂൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് അവിടെ എടുക്കുന്നത്. 15 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഈ ഗവൺമെന്റും ആളുകളും നമ്മളോട് പറയുന്നില്ല. ഐഡിയൽ ആയിട്ട് എന്താ ചെയ്യേണ്ടത്? അവർക്ക് മാത്രമായിട്ട് ഒരു പകൽ വീടോ ഒരു റെസ്റ്റ് ഏരിയയോ 2-3 മണിക്കൂർ അവർക്കോ അവരുടെ പാരൻസിനോ ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സ്ഥലം, സമയം അത് ആവശ്യമാണ്. നമ്മൾ ഗവൺമെന്റ് തലത്തിൽ പലരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞതാണ് 4% സംവരണം ജോലി കാര്യത്തിൽ ഭിന്നശേഷിക്കാർക്കുണ്ട്. ഭിന്നശേഷി സൗഹൃദ പാർക്കുകളുണ്ട്, റാമ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് എൻ്റെ മോനെ പോലത്തെ കുട്ടികൾക്ക് എന്താണ് പ്രയോജനം എന്ന് എനിക്കറിയില്ല. അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. പരസഹായം വേണം, അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ സഹായം ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? ഗൾഫിൽ താമസിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെന്തായിരുന്നു? ആ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടുത്തെ സ്കൂളുകളിൽ ഇതുപോലുള്ള കുട്ടികളെ അവർ തന്നെ വന്ന് കൊണ്ടുപോവുക, അവരെ കെയർ ചെയ്യുക, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു കൊണ്ടുവിടുക. അതുപോലെ അവർക്ക് ഭക്ഷണമോ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുക.
അപ്പോൾ ഈ ഒരു കുട്ടി ഈ പാരൻസിന് ഒരു ഭാരമാവുന്നില്ല. നമ്മളുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെയും പലതിലും കണ്ടിട്ടുണ്ട്, കുട്ടികളെ കെട്ടിയിട്ടിട്ട് ജോലിക്ക് പോകുന്ന അമ്മമാരുണ്ട്. നമ്മളവരെ കുറ്റം പറയും. നമ്മവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരെങ്ങനെ ജീവിക്കുന്നു നമ്മൾ ചിന്തിക്കണം. ഭിന്നശേഷി കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന പാരൻസിനെ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് ഒന്നുകിൽ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളില്ല, അതല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് ഈ കുട്ടീനെ നോക്കാൻ വേറെ ഓപ്ഷനുകളില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ ഇത്തരം കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ പരിപൂർണ ഉത്തരവാദിത്തം ഗവൺമെൻറ്റിൻ്റെതാണ്. അവർ ഗവൺമെൻറ്റിൻ്റെ മക്കളായാണ് മാറുന്നത്. അവർക്ക് വേണ്ട റീഹാബിലിറ്റേഷൻ, അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ശരിക്കും നമ്മൾക്ക് അങ്ങനെയാണ് വേണ്ടത്. ഒരു ഇത്തരം കുട്ടികളെ എത്ര വയസ്സായി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ആളുകളെ ഒരു പ്രോപ്പറായിട്ടുള്ള സൗകര്യങ്ങളോടെ റീഹാബിലിറ്റേറ്റ് ചെയ്യാവുന്ന അപ്പോൾ നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടുന്നു. നിങ്ങൾക്ക് ജോലി ചെയ്യാനും മറ്റുള്ള കുട്ടികളെ നോക്കുവാനും സമ്പാദിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കുമായിട്ട് ആഴ്ചയിലോ മാസത്തിലോ കുട്ടികളെ വീട്ടിൽ കൊണ്ടുവരിക, അവരെ നോക്കുക, അങ്ങനെ ആ ഒരു സിസ്റ്റം അല്ലേ. അപ്പോൾ ആ ഒരു സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ അധികം ചിന്തിക്കാൻ കഴിവില്ലാത്തവർ പറയുന്നൊരു സംഗതി, അങ്ങനെ കുട്ടികളെ നടതള്ളി നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാനാണ് അങ്ങനെ ഒരു. സോ വാട്ട് ഈസ് എ റിയാലിറ്റി? സൊസൈറ്റിയുടെ അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പേടിക്കുന്നില്ല. കാരണം അങ്ങനെ നമ്മൾ പേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മുന്നോട്ടൊന്നും ആവാൻ പറ്റില്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോരുത്തരെ പോലെ തന്നെയുള്ള അവകാശങ്ങൾ നമുക്കും ഉണ്ട്. ഞാൻ എന്നൊരു വ്യക്തിക്ക് എനിക്ക് എൻ്റേതായ കുറേ ആഗ്രഹങ്ങളുണ്ടാവും. അതുപോലെ ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയുടെ പാരൻ്റായി എന്നതുകൊണ്ട് ഞങ്ങളുടെ ലൈഫ് നമുക്ക് ഭൂമിയിൽ ഒരു ലൈഫേ ഉള്ളൂ. അപ്പോൾ ആ ലൈഫ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാൻ കഴിയുന്നില്ല. അത് സൊസൈറ്റിയെ പേടിച്ച് നമ്മൾ ജീവിക്കാതിരിക്കേണ്ട കാര്യമില്ല. ഭരണകൂടത്തിൽ നിന്നുള്ളൊരു അവകാശമാണ് ചോദിക്കുന്നത്. ഏത് രാജ്യത്തെടുത്താലും ഓരോ പൗരന്മാർക്കും ഉള്ളൊരു റൈറ്റ്, അത് മാത്രമേ ഞങ്ങളും ആവശ്യപ്പെടുന്നുള്ളൂ. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ആരോഗ്യം, നമ്മളിലെ അഗതികളിലെ, നമ്മളുടെ പ്രായമായവരുടെ സുരക്ഷ, ഇത്തരം കുട്ടികളുടെ റീഹാബിലിറ്റേഷൻ, ഇതെല്ലാം ചെയ്യാൻ പറ്റാത്തൊരു ഗവൺമെൻറ് പ്രാകൃതമായൊരു ഗവൺമെൻറ്റാണ്. ദിസ് ഈസ് അവർ ലാസ്റ്റ് എഫർട്ട്. ഇത് നെസ്സി മാത്രമല്ല പറയുന്നത്. നെസ്സിയുടെ പിന്നിൽ നിങ്ങൾ എത്ര പേരൻസ് ഉണ്ട്? 150-200ഓളം പേരൻസ് ഉണ്ട് അല്ലേ. ഇതിൽ പലരുടെയും വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട്. അതിലെനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സനൽ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ പോയപ്പോൾ അയാളുടെ വീട്ടിൽ 2 കുട്ടികൾക്കും ദേ ആർ ഓട്ടിസ്റ്റിക്. ജനിച്ചപ്പോൾ മുതൽ ഓട്ടിസ്റ്റിക് ആണ്. സനലും ഭാര്യയും ഫുൾ ടൈം ഇവരുടെ പിന്നാലെ നടക്കേണ്ട ഒരു അവസ്ഥയാണ്. വളരെ ചെറിയ വീട്, അത് വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. മറ്റുള്ളവരുടെ കാരുണ്യം കൊണ്ടാണ് അവർ കഴിയുന്നത്. ദെൻ ഇതിങ്ങനെ കണ്ടിട്ട് നെസ്സിക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഒരു പ്രതീക്ഷയില്ല. ഞാൻ പറഞ്ഞില്ലേ 18 വർഷമായി എൻ്റെ മോൻ്റെ ആ ഒരു ലൈഫ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ ഈ 18 വർഷത്തിൽ ആദ്യമൊന്നും എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഒരു ലൈഫാണ് ജീവിക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല. കാരണം അതുവരെയും ഞാൻ ജീവിച്ചൊരു ജീവിതം വേറൊരു മെത്തേഡായിരുന്നു. കാരണം ഞാൻ ഒറ്റ മോളാണ്, ബഷീർക്കാക്ക് അറിയാം. അപ്പം നമ്മൾ എല്ലാ സൗകര്യങ്ങളും കൂടി എല്ലാവരുടെയും ഒരു പെറ്റായിട്ട് നമ്മൾ ജീവിച്ചിരുന്നതാണ്. ഈ 4 വയസ്സ് വരെ അവൻ ഒരു എക്സ്ട്രാ ഓർഡിനറി കുട്ടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു 3 വയസ്സിൽ പോലും ഞങ്ങൾ ദുബായിലുള്ള സമയത്ത് അവന് കമ്പ്യൂട്ടർ വരെയും ആ സമയത്തൊക്കെ ഓപ്പറേറ്റ് ചെയ്യും. നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കറക്റ്റ് റൂട്ട് നമുക്ക് അവൻ പറഞ്ഞു തരും. അപ്പം അത്രയും അവനൊരു പ്രത്യേക ഒരു കഴിവുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കണില്ല അവൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ളത്. പക്ഷെ അതിൽ നിന്ന് ഒന്നും അല്ലാത്തൊരു 0 ലെവലിലേക്കാണ് അവൻ പോയത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ മെൻ്റലി ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയ ഒരു ടൈമായിരുന്നു അത്. പിന്നെ കുറേ കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ വേണ്ടി വന്നു നമ്മൾ ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ തിരിച്ചറിഞ്ഞ് വരാനായിട്ട്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ വീണെടുക്കുന്നത് വലിയൊരു കുഴിയിലേക്കാണെന്ന്. കാരണം ഇനി അതിൽ നിന്നൊരു കരകയറ്റം നമുക്ക് ഉണ്ടാവില്ല. അത് നമ്മളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ചിലപ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കി ഞാനത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. നെസ്സി ഭയങ്കര ബോൾഡായി. ഞാനത് പറയാനുള്ള കാരണം നെസ്സി എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ചെറിയ ചെറിയ കുസൃതികളും എപ്പോഴും ചിരിക്കുന്ന, എപ്പോഴും ചിരി കളി ബഹളം അങ്ങനെയൊക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു. നെസ്സിയുടെ ലൈഫ് തന്നെ മൊത്തം ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട വന്നു. ഗൾഫിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് കൊണ്ടുവരേണ്ട വന്നു. സോ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ കാര്യം ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തേണ്ടവരിൽ, അധികാരികളിൽ എത്തിക്കുക. ആ വാക്ക് പറയാൻ തന്നെ എനിക്കിഷ്ടം. അധികാരികളല്ല, നമ്മളെ സേവിക്കാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുള്ള ഭരണകൂടത്തിൻ്റെ കൈകളിലോട്ട് എത്തിക്കുക എന്ന് പറയുന്ന ആ ഒരു കടമ മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ.